ചെയ്തിട്ട് ഡോക്ടർ 2-3 ടെസ്റ്റ് ചെയ്തു. ഒന്ന് നമ്മൾ നോർമൽ, പിന്നെ എഴുതിയത് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലർ ലോവർ ലിംബ് വീനസ് എന്തോ ടെസ്റ്റ് ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് വെരിക്കോസിൻ്റെ ടെസ്റ്റാണെന്ന് തോന്നുന്നത്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ ഇന്നൊരു എല്ലാ ആഴ്ചകളിലും കിട്ടുന്ന പോലെ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ കിട്ടി. ചൊവ്വാഴ്ച എൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ മനാമ വരെ ഒന്ന് പോവാണ്. ബഹ്റൈനിലെ മനാമ വരെ, മുഹറക്ക് വരെ ഹോസ്പിറ്റലിലേക്കൊന്ന് പോവാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു കാലിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളെ ഇവിടുത്തെ ഹോസ്പിറ്റൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്, ഇവിടെ എത്ര ചാർജ് വരും, ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഇൻഷുറൻസ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യുക, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ മുഹറക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മനാമെന്ന് വീണ്ടും പോകണം. അപ്പോൾ ബസ്സിനാണ് പോണത്. 2 ബസ് കയറണം. ഇവിടുന്ന് ട്യൂബ്ലിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ട്യൂബ്ലിയിൽ നിന്ന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറി. ആദ്യം ട്യൂബ്ലിയിൽ നിന്ന് മനാമയിലേക്ക് പോകണം. മനാമയിൽ നിന്ന് മുഹറക്കിലേക്ക് പോകണം. 300 600 ഫിൽസാണ് നമുക്ക് ചിലവ് വരുന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ട്. അപ്പോൾ ബസ് സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ബസ്സിന് യാത്ര ചെയ്യാം. നല്ല ബസ് സൗകര്യം, നല്ല കുഴപ്പമില്ലാത്ത ബസ് സർവീസാണ് ഇപ്പോൾ ബഹ്റൈനിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ നമുക്ക് ലാഭിക്കാം. സ്വന്തമായി വാഹനം ഇല്ലാത്ത ആൾക്കാരെ കാര്യം പറയണം കേട്ടോ. സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ അവനവൻ്റെ വാഹനത്തിൽ പോവുകയാണ് നല്ലത്. അങ്ങനെ അതിമനോഹരമായ ബഹ്റൈൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ കുറച്ചും കൂടി അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോകണം. മുഹറക്കിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ OP ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു. ഇനി ഡോക്ടറെ കാണാം. ഡോക്ടറൊക്കെ കണ്ടു. ഡോക്ടർ 2-3 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, രണ്ടാമത് ഒരു സ്കാനിങ് ടെസ്റ്റാണ് ചെയ്തിട്ടുണ്ട് കാലിന്. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. എന്തായാലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് ആദ്യം ചിലവ് വന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇൻഷുറൻസ് കാർഡ് നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് വെറൊരു 3 വീടി മാത്രം ചിലവായിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടിങ്ങിന് വേണ്ടി 3 വീടി. അതിന് ശേഷം 3 വീടി കൊടുത്തതിന് ശേഷം പിന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ 2-3 ടെസ്റ്റ് ചെയ്തു. ഒന്ന് നമ്മൾ നോർമൽ ബ്ലഡ് ടെസ്റ്റാണ് തോന്നുന്നത്. പിന്നെ എഴുതിയത് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്ലർ ലോവർ ലിംബ് വീനസ്. അതായത് നമ്മളതിൻ്റെ മെയിനായിട്ട് എൻ്റെ കാലിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് നരമ്പിൻ്റെ എന്തോ ടെസ്റ്റ് ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് വെരിക്കോസിൻ്റെ ടെസ്റ്റാണെന്ന് തോന്നുന്നത്, എന്താണെന്നറിയില്ല. അപ്പോൾ അത് ഏകദേശം സമയമെടുക്കും. ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. 2 മണിക്കേ ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 മണിക്ക് ടെസ്റ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ രാവിലെ വന്ന് ഓഫല്ലേ, ഉച്ചയാകുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് റൂമിലെത്താമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നടക്കും തോന്നണില്ല. ഇപ്പോൾ ഓൾറെഡി 12:30 ഇനിയിപ്പോൾ 1 മണി 2 മണിക്ക് അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ റിസൾട്ട് വന്ന് 5 മണിക്ക് ഡോക്ടറെ കണ്ടിട്ട് ഞാൻ രാത്രി ഇനി റൂമിലെത്തുള്ളൂ. അപ്പോൾ ഇനി എന്താണെന്നറിയില്ല, ടെസ്റ്റിൽ എന്താണെന്നറിയില്ല, എന്താ ടെസ്റ്റ് എന്തുകൊണ്ട് എടുക്കാൻ പറയണത് എന്താണെന്നറിയില്ല. നമുക്കിനി അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ സ്കാനിങ് ടെസ്റ്റിന് കയറാനുള്ള ടൈമായി. 2 മണി ആകുമ്പോഴേ സ്കാനിങ് ടെസ്റ്റ് ആകുള്ളൂ എന്ന് വീണ്ടും നേഴ്സ് അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ 1:47 ആയിട്ടുള്ളൂ. ഇനിയൊരു 10-15 മിനിറ്റ് കഴിയണം. അപ്പോൾ അതിന് മുന്നിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അൽ ഹിലാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളിൽ ഒന്നാണ്. ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട് അവർക്ക് ബഹ്റൈനിലുടനീളം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എല്ലാ വിഭാഗം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്കാനിങ് എടുക്കേണ്ട റൂം. അങ്ങനെ സ്കാനിങ്ങിലേക്ക് കയറി സ്കാനിങ്ങിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അവർക്ക് കൃത്യമായിട്ട് റിസൾട്ട് കണ്ടാൽ അവർക്കൊന്നും അറിയുന്നില്ല, ഇനി ഡോക്ടർ കാണിക്കണം. അങ്ങനെ നമ്മളെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടോ, പക്ഷേ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതും ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഏകദേശം 3 മണി 3:20 ഇനി 5 മണിക്ക് ഡോക്ടർ വരുള്ളൂ. ഈ ഡോക്ടറെ കാണിച്ചിട്ട് സ്കാൻ റിപ്പോർട്ട് കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇന്ന് റൂമിൽ എത്തുമ്പോൾ വൈകുന്നേരം ഉറപ്പാണ്. ഈ സമയമായപ്പോഴത്തേനും ഒരുപാട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി തൊട്ടടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയി ഒരു ചായയും പിന്നെ നമ്മുടെ നാട്ടിലെ ഉണ്ട ഉണ്ടായിരുന്നു, ബോണ്ട പറയും. അപ്പോൾ ചായയും ഒരു ബോണ്ടയും കഴിച്ചു. ഇനി തിരിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം. ഏകദേശം ഡോക്ടർ വരാനുള്ള ടൈമായി. അങ്ങനെ ഡോക്ടറെ കൺസൾട്ടൊക്കെ ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. ഏകദേശം 6 മണി ആവാനായി. ഒരുപാട് ലേറ്റായി. രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. പ്രതീക്ഷിച്ച പോലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, കാരണം ഒരുപാട് ടയേർഡായി. അപ്പോൾ ഇന്ന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1 മാസത്തേക്ക് സ്റ്റോക്കിങ്സ് ഒക്കെ യൂസ് ചെയ്യാനും കുറച്ച് മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.